2021 യു ഡി എഫിലെ സഖ്യകക്ഷികൾക്ക് കോൺഗ്രസ് നീക്കിയ സീറ്റുകളും 2026 നീക്കാൻ പോകുന്ന സീറ്റുകളും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു ഫാക്ടറുണ്ട്. അതായത് ലീഗും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായിരുന്നു 2021 യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട സഖ്യകക്ഷികളെങ്കിൽ ഇത്തവണ കുറച്ചുകൂടി വിപുലീകരിക്കുന്ന രീതിയിലേക്ക് യു ഡി എഫ് മാറും എന്നുള്ളത് വ്യക്തമാണ്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് CPIയിൽ തന്നെ ഒരു ഘടകം വേർതിരിഞ്ഞുകൊണ്ട് അവർ കൃത്യമായും RSPയിലേക്ക് ലയിക്കും എന്നുള്ള സൂചന വരികയാണ്. RSPയിലേക്ക് ലയിക്കുകയോ അല്ലെങ്കിൽ CPIയിൽ തന്നെ മറ്റൊരു ഫാക്ഷൻ ആവുകയോ ചെയ്യും എന്നുള്ള രീതിയിലേക്കാണ്. കാരണം CPIയിൽ തന്നെ വലിയ രീതിയിൽ സംസ്ഥാന തലത്തിൽ പൊട്ടിത്തെറിയുണ്ട്. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വത്തിന് കാര്യങ്ങൾ പഴയ രീതിയിൽ നീക്കാൻ കഴിയില്ല. മത്സരിച്ച 4 ലോക്സഭാ സീറ്റുകളിലും തകർന്ന് തരിപ്പണമായ പാർട്ടിയാണ് CPI. അതിൽ തിരുവനന്തപുരത്ത് 3-ാം സ്ഥാനത്ത്. വയനാട്ടിൽ നമുക്കറിയാം, രാഹുൽ ഗാന്ധിയോട് കിടപിടിച്ചാൽ എങ്ങും എത്തത്തില്ല എന്നുള്ളത് ആനി രാജയ്ക്ക് കൃത്യമായി ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം ആ പ്രശ്നത്തെക്കുറിച്ച് പറയുന്നില്ല. എന്നാൽ തൃശ്ശൂരിലും അതുപോലെ തന്നെ CPI മത്സരിച്ച മാവേലിക്കരയിൽ CPI പ്രവർത്തകർക്ക് വേണ്ടി നല്ല രീതിയിൽ CPM പ്രവർത്തിച്ചില്ല. ഇനിയും ഇടതുപക്ഷത്തിൽ നിന്നിട്ട് കാര്യമില്ല എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വിദ്വേഷത്തിൽ നിൽക്കുന്നത് തൃശ്ശൂർ ഘടകമാണ്. നമുക്കറിയാം, കോൺഗ്രസ്സിന് ഒരു കരുത്ത് ഏകുന്ന രീതിയായിരിക്കും ഒരുപക്ഷെ തൃശ്ശൂരിൽ CPI എടുക്കുന്ന നിലപാട്. CPIക്കുള്ളിൽ തന്നെ കൃത്യമായി ഒരു പരാതിയുണ്ട്. വീതം വെപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നപ്പോൾ, അതായത് സംസ്ഥാനത്ത് വകുപ്പ് വിഭജിച്ചപ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് കൂടുതൽ സ്ഥാനങ്ങൾ നൽകാൻ വേണ്ടി CPIയുടെ സ്ഥാനങ്ങൾ ഹോമിക്കേണ്ടി വന്ന അവസ്ഥ, അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. വീതം വെപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി നടത്തിയത് പോലും കേരള കോൺഗ്രസ് എമ്മിനെ കൂടുതൽ ഉൾക്കൊള്ളിക്കാനായിരുന്നു. കാനം രാജേന്ദ്രനായിരുന്നു അന്ന് സംസ്ഥാന സെക്രട്ടറി എന്നുള്ളത് കൃത്യമായി അറിയാം. ഇപ്പോൾ CPI എടുക്കുന്ന തീരുമാനം എന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ പരാജയം, അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം CPMനുള്ളിൽ നിക്ഷിപ്തമാണ്. തിരുവനന്തപുരത്ത് ലോക്സഭാ സ്ഥാനാർത്ഥിയായി CPIയുടെ പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും അതുപോലെ നേമത്തുമൊക്കെ എത്രമാത്രം ഗതികേടിലേക്ക് CPI താഴുന്നു എന്നുള്ളത്. 25,000 വോട്ടുകൾ പോലും തികച്ച് ശേഖരിക്കാൻ കഴിയാത്ത പാർട്ടിയായി CPI മാറിയോ? അതിന് ഉത്തരവാദി ആരാണ്? ഇതിൽ മനസ്സിലാക്കേണ്ടത് നേമത്തും കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും LDF MLAമാരാണ് എന്നുള്ളതാണ്. ഇതിൽ നിന്നാണ് വളരെ വ്യക്തമായി CPI കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. വോട്ട് കച്ചവടം നടത്തി CPIയെ നാണം കെടുത്തിയ CPIMന് ഇനി അധികാരത്തിൽ തുടരാനുള്ള ഒരു ധാർമ്മികതയുമില്ല. കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ബിനോയ് വിശ്വത്തിനോട് കൃത്യമായി വിവിധ ഘടകങ്ങൾ പറഞ്ഞിരിക്കുന്നത്.